ഒരു കാരണവുമില്ലാതെ ഒരാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ആ സമയത്ത് വളരെ സങ്കടത്തോടു കൂടെ അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ എന്താ പ്രതികരിക്കേണ്ടത്? നിൻ്റെയൊന്നും ഉത്തരവാദിത്വത്തിലല്ല എൻ്റെ ഭക്ഷണം, ദൈവം നോക്കിക്കോളും എന്നൊക്കെ എനിക്ക് പറയേണ്ടതുണ്ട്. പക്ഷെ എങ്ങനെ പറയുമെന്ന്. അതിന് അറബികൾ സാധാരണ പറയാറുള്ള ഒരു വാക്കാണ് റിസ്ക് അലല്ലാ. റിസ്ക് അലല്ലാ, മനുഷ്യരുടെയും എല്ലാത്തിൻ്റെയും ഭക്ഷണ വിഭവങ്ങളുടെ ഉത്തരവാദിത്വം ദൈവത്തിനാണ്. നീ മുടക്കിയാലൊന്നും മുടങ്ങൂല. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. റിസ്ക് അലല്ലാ. എന്നിട്ട് പറഞ്ഞു നോക്കി, റിസ്ക് അലല്ലാ. അലല്ലാ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സംഗതിയും ദൈവത്തിൽ അർപ്പിക്കാമെന്നാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രയാസമുള്ള ഘട്ടത്തിൽ നിങ്ങളൊരാൾ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ പോടാ അവിടുന്ന്, നിന്നെയൊന്നും ആശ്രയിച്ചല്ല ഞാൻ ജീവിക്കുന്നത് എന്ന ഒരു ആംഗിളിലാണ് റിസ്ക് അലല്ലാ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഒന്ന്. രണ്ടാമത്തത് ഇതേ സന്ദർഭത്തിൽ തന്നെ പറയാവുന്ന മറ്റൊരു വാക്കാണ് ഷെക്വ അലല്ലാ. ഷെക്വ അലല്ലാ, പരാതിയൊക്കെ ഞാൻ അവിടെ ബോധിപ്പിക്കുമെന്ന്. ഷെക്വ അലല്ലാ, ഇവിടെ യഥാർത്ഥത്തിൽ ഷെക്വ ഇലല്ലാ എന്നാണ് അതിൻ്റെ കൃത്യമായ ഒരു സാഹിത്യ അറബിയിലേക്ക് ചേർക്കുമ്പോഴുള്ളത്. പക്ഷേ സാധാരണക്കാരായ ആളുകൾ ഷെക്വ അലല്ലാ എന്നാണ് പറയാറുള്ളത്. ആ പറയുന്നതും ഇലല്ലാ എന്ന്, അതായത് എൻ്റെ പരാതി ദൈവത്തിങ്കിൽ സമർപ്പിക്കുന്നു, നിന്നെ അവൻ കാണിച്ചു തരും എന്ന് പറയുന്ന ഒരു മാന്യമായ ഒരു പ്രതികരണമാണ് ഈ വിഷയത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില പ്രാർത്ഥനാ വാക്യങ്ങളൊക്കെയും പലപ്പോഴും വലിയ എഫക്റ്റ് ഉണ്ടാക്കുന്ന ചില സംസാരങ്ങളായി വാക്കുകളായി മാറാറുണ്ട്. അതുകൊണ്ട് ഇന്ന് നാം പഠിച്ചിരിക്കുന്നത് സർവ്വസാധാരണ അറബികൾ ഉപയോഗിക്കുന്ന റിസ്ക് അലല്ലാ ഇതെവിടെയാണ് ഉപയോഗിക്കാമെന്ന്. മറ്റൊരു സന്ദർഭം കൂടി, മറ്റൊരാളെക്കുറിച്ച് നമ്മൾ പറയുകയാണ്, ഇന്ന് ബിസിനസ് ഇല്ല, ഇന്ന് സാമ്പത്തികമായി പരാജയത്തിലാണ് എന്നൊരാൾ സങ്കടം പറയുമ്പോൾ ലമാലേക്ക് യാ ഹബീബി റിസ്ക് അലല്ലാ, അതുകൊണ്ടൊന്നും താങ്കൾ ബുദ്ധിമുട്ടാകേണ്ടതില്ല, ദൈവത്തിങ്കലാണ് എല്ലാം എന്ന ഒരു വിശ്വാസവും അതിനനുസരിച്ചുള്ള ഒരു വചനവുമാണത്, റിസ്ക് അലല്ലാ. ഓക്കെ, അപ്പോൾ ഇത്തരം നല്ല വാക്കുകളെ, നല്ല പ്രസൻറ്റേഷനുകളെ നിങ്ങൾക്ക് പഠിക്കുവാൻ അറബിക് യൂണിയുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ശുക്രൻ, മഅസ്സലാമ.